എപ്പോഴാണ് ഒരു വ്യക്തിക്ക് പ്രായമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ നാച്ചുറൽ ചൈൽഡ് തട്ടിപ്പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പ്രായമാവുക. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ചൈൽഡ് ഇല്ല, ഉള്ളിൽ ചിരിക്കാൻ പറ്റുന്ന, ആനന്ദിക്കാൻ പറ്റുന്ന, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൈൽഡ് നമ്മുടെ ഉള്ളിൽ എപ്പോഴുണ്ടോ അത്രയും കാലം നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ എങ്ങായിരിക്കും. നമ്മളിവിടെ ചിന്തിക്കുന്നത് ഇത് മനസ്സിന്റെ അവസ്ഥയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ചൈൽഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. ശരിക്കും എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു റൊട്ടീൻ വർക്കാണ് അല്ലെ, നമ്മുടെ എല്ലാവരുടെ ഒരു റൊട്ടീൻ വർക്കാണ്. ആ റൊട്ടീൻ വർക്കിന്റെ ഇടയിൽ കുറച്ച് സന്തോഷിക്കാൻ, കുറച്ച് ആഹ്ലാദിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ആഹ്ലാദിക്കുമ്പോഴാണ് ശരിക്കും ആര് ആക്ടിവേറ്റ് ആവുന്നത്? ചൈൽഡ് ആക്ടിവേറ്റ് ആവും. ഇപ്പം എനിക്കൊരു സംശയം, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചൈൽഡ് ആണോ അത് രണ്ടുണ്ടോ? ഈ രണ്ട് ടീമുകളും അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് ടീമുകൾക്കും 90 മാർക്ക്. ഈ രണ്ട് ടീമുകൾക്കും 100 മാർക്ക്. ഇതിനകത്ത് വേറൊരു സംഭവം സംഭവിക്കും. സ്വന്തം വീട്ടിലത്തെ കാര്യം നോക്കാതെ അടുത്ത വീട്ടിലത്തെ കാര്യം നോക്കുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംസാരിക്കുന്നത് നോക്കും. അത് ചെയ്യരുത്. സ്വന്തം വീട്ടിലത്തെ കാര്യം നോക്കുക, സ്വന്തമായിട്ട് എന്താണ് സംസാരിക്കുക, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക. റെഡി? ശരിക്കും ഇതല്ലേ നമ്മുടെ കോളേജ് എന്ന് പറയുന്നത്. നമ്മള് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിയും, എന്നിട്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഗെയിം കളിച്ചു. ആ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിച്ചു? കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇത് നാച്ചുറലി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഫിനാൻസ് പറയും, ഫിനാൻസുകാരൊക്കെ പറയുന്നത് ശരി, ഒന്നും വിചാരിക്കരുത്, നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാനീ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ട് യാതൊരു ബന്ധമില്ല ഞാനീ പറയുന്നത്. ഫിനാൻസുകാർ പറയും സൗകര്യമില്ല ചെയ്യാൻ, കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഇത് ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല. എച്ച് ആർ എന്താ പറയുന്നത്? അവനെയൊക്കെ എടുത്ത് ആ സമയത്ത് നമുക്ക് പറ്റിയ തെറ്റാണ്. പക്ഷെ ഏതൊരു ഓർഗനൈസേഷനും എപ്പോൾ വേണമെങ്കിലും ക്രൈസിസ് വരാം. ആ ക്രൈസിസ് മാനേജ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയേ പറ്റും. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പാട്ട് പാടിയില്ലേ? ഇതുപോലെ പാട്ട് പാടാൻ പറ്റിയാൽ, ഇതുപോലെ ഫിനാൻസുകാർ ട്രാൻസ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടുകാര് ഫിനാൻസുകാരെ സപ്പോർട്ട് ചെയ്യുന്നു, ലൈബ്രറി അക്കാഡമിക് ഏരിയയെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം സ്വീകരിച്ചും കൊടുത്തും ഓർഗനൈസേഷന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കി ഒരേ താളത്തോടു കൂടി, ഒരേ ഈണത്തോടു കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നമുക്ക് ഈ ഗ്രാഫില് ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. y ആക്സിസ് നമ്മൾ ഗെയിൻ എഴുതി. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടം. ഇവിടെ റിസ്ക് എത്തി. ഇവിടെ എന്താണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്തില്ല? ഗെയിനും ഇല്ല, റിസ്കും ഇല്ലാത്ത അവസ്ഥ. ഇതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് കംഫോർട്ട് സോൺ. എനിക്കിത് മതി എന്നുള്ള ചിന്ത. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാമോ? ഇവിടുന്ന് നമ്മൾ റിസ്ക് എടുക്കുന്നു. ഒരു മിനിമം റിസ്ക് എടുത്ത് കഴിയുമ്പോൾ അതിന് ആനുപാതികമായിട്ടൊരു നേട്ടം ഉണ്ടാകും. അതിനാണ് നമ്മൾ സ്ട്രെച്ച് സോൺ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞാൽ, നിങ്ങൾ BA പാസ്സായ ആൾക്കാരാണെങ്കിൽ ഒരു MA പഠിക്കാൻ പോകുന്നു, ഒരു സ്ട്രെച്ച് സോൺ. നിങ്ങളുടെ അക്കൗണ്ടിങ് സ്കില്ല് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നു, സ്ട്രെച്ച് സോണിലേക്ക് പോകാൻ. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രത്യേകിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ഗെയിനും വേണ്ട എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കംഫോർട്ട്സ്. ഈ കോളേജ് ഇപ്പോൾ ഈ A++ കിട്ടിയത് മതി എന്ന് വിചാരിച്ചാൽ എന്താണ്? അത് നെഗറ്റീവ് കംഫോർട്ട്സ്.
നമുക്കിനി ഓട്ടോണമസ് ആവണം, നമുക്കിനി യൂണിവേഴ്സിറ്റി ആവണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉറച്ചിരുന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ വീണ്ടും സ്ട്രെച്ച് സോണിലേക്ക് മാറുന്നു. സ്ട്രെച്ച് സോണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഉണ്ട്, അവിടെ ഗെയിനും ഉണ്ട്. ഗ്രാജുവലി എന്ത് സംഭവിക്കും? ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ റിസ്കും ഗെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഏതായിരിക്കും ഹൈ ആയിട്ട് നിൽക്കുക? ഗെയിൻ ആയിരിക്കും എല്ലായ്പ്പോഴും ഹൈ ആയിട്ട് നിൽക്കുക. ഓവറായിട്ട് റിസ്ക് മാത്രം എടുത്ത് ഗെയിൻ ഇല്ലാതെ ബോധപൂർവമല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഗ്രാഫ് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള റിസ്ക് എടുക്കുന്നു, എന്ത് കിട്ടുന്നില്ല? അതിന് ആനുപാതികമായിട്ടുള്ള ഗെയിൻ കിട്ടുന്നില്ല. അങ്ങനെ റിസ്ക് എടുത്തിട്ട് കാര്യം. റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ റിസ്ക് എടുക്കും. അങ്ങനെ റിസ്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് പോസിറ്റീവ് കംഫോർട്ട് സോണിലേക്ക് പോവില്ല. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് പോസിറ്റീവ് കംഫോർട്ട് സോൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ എത്തി, നിങ്ങൾക്ക് A++ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ആയി മാറുന്നു, നമ്മൾ യൂണിവേഴ്സിറ്റി ആയി മാറുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി ആയി മാറുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നു, കൊള്ളാം, എക്സലന്റ്. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല, നമ്മളത് ആസ്വദിക്കുന്നു, പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പൊ നമ്മളൊരു ഹയർ ലെവലിലേക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ ആസ്വദിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നമ്മൾ, അതിന്റെ ഫലം നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോസിറ്റീവ് കംഫോർട്ട് സോൺ. പോസിറ്റീവ് കംഫോർട്ട് സോൺ എങ്ങനെ നെഗറ്റീവ് കംഫോർട്ട് സോൺ ആയിട്ട് മാറുന്നത്? ഇത് മതി എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ വന്നാല്, ഇനി നമുക്കൊന്നും വേണ്ട എന്നുള്ള ചിന്ത മനസ്സിൽ വന്ന പണി കിട്ടി. പക്ഷെ നിങ്ങൾക്ക് അതിനില്ല, നിങ്ങൾ പിടിക്കലാണ്. ഞാൻ ആലോചിക്കേ, ഇതൊരു ചെറിയ പീസാണ്. ഈ ചെറിയ പീസ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാ, ഓ അത് ചെറിയൊരു പീസല്ലേ, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഈ രീതിയിൽ 3 പീസസ് വെച്ചിട്ട് 4 സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇവിടെ വലിയ പീസ് ഉണ്ട്, ഇവിടെ ചെറിയ പീസ് ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, ദീർഘചതുരമുണ്ട്, അങ്ങനെ വ്യത്യസ്ത ഷേപ്പുകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാണ് എന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 4 ഡിപ്പാർട്ട്മെന്റുകളിലും വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവര് ചേരുമ്പോഴാണ് ആ ഡിപ്പാർട്ട്മെന്റ് പരിപൂർണതയിലേക്ക് എത്തുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒറ്റയ്ക്ക് നിൽക്കാന്ന് വിചാരിച്ചു, കാര്യമുണ്ടോ? ഇല്ല. നമുക്കിത് ഇങ്ങനെ വരണം, ഇതിങ്ങനെ വരണം. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഒറ്റ ചിന്തയോടുകൂടി പ്രവർത്തിക്കണം. അത് കോർത്തിണക്കുന്നവരായിരിക്കണം ലീഡേഴ്സ് എന്ന് പറയുന്നവർ. നിങ്ങളെന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങൾ സപ്പോർട്ടീവ് സ്റ്റാഫ് ആയിട്ടുള്ള തൂപ്പുകാരും ഡ്രൈവേഴ്സും ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവരും ഇലക്ട്രീഷ്യനും ഒക്കെ ആയിട്ടുള്ളവരുമായിട്ട് ഒരു ബന്ധമുണ്ടാകുമ്പോഴാണ് ഈ ഓർഗനൈസേഷൻ മുമ്പോട്ട് പോവുക. നിങ്ങളാണിത് കോർത്തിണക്കി കൊണ്ടുപോകേണ്ടത്. ടോപ്പ് ലെവലിലെ മാനേജ്മെന്റ്, മറ്റുള്ള സ്റ്റാഫ് അംഗങ്ങള്, നിങ്ങള്, ഈ 3 ആൾക്കാരും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭംഗിയായിട്ട് നടക്കുക.